ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്ര ഭയങ്കര നാണക്കേടൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. കാരണം നമ്മുടെ വർഷയുടെ അമ്മ വന്നിട്ട് പൂ വാങ്ങിക്കുന്നുണ്ട് ചന്ദ്രയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിൽ പൂവ് കറുപ്പാണല്ലോ, ദേവതയുടെ സാധനമുള്ള പൂവൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നിർബന്ധിച്ചിട്ട് പൂ അളന്ന് തരാൻ പറയുമ്പോൾ ചന്ദ്ര അങ്ങനെ കൈ മുഴത്തിൽ അളന്നൊക്കെ പൂ കൊടുക്കുന്നുണ്ട്. അതൊന്നും തന്നെ അപമാനിച്ചതിന് തുല്യമായിട്ടാണ് തോന്നുന്നത് നമ്മുടെ ചന്ദ്രയ്ക്ക്. അവള് മഹിമയാണെങ്കിൽ അത് കരുതിക്കൂട്ടി അങ്ങനെ ചെയ്യിക്കുന്നതുമാണ് അവിടെ ഇവിടെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ. എന്തായാലും നമ്മുടെ ചന്ദ്ര നേരെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഈ കാര്യം ഭാമയോടൊന്ന് പറയാം. ഭാമയ്ക്ക് ഇതിനൊരു തീർപ്പ് എന്തായാലും ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഭാമയെ ഫോൺ എടുത്ത് വിളിക്കുമ്പോൾ ഇനിയിപ്പോൾ ഭാമയോടും കൂടി ഞാൻ ഇവിടുത്തെ വിശദീകരിച്ച് കാര്യങ്ങൾ പറയേണ്ടി വരുമല്ലോ. അപ്പോൾ അവളും കൂടി അറിയുമ്പോൾ എനിക്കൊരു നാണക്കേടല്ലേ, എന്തായാലും വേണ്ട എന്നും പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും അവൾ അപ്പുറത്ത് നിന്ന് ഫോൺ എടുക്കുന്നത്. എന്താ ചന്ദ്ര എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, ഒന്നുമില്ലടി, ഞാൻ വെറുതെ വിളിച്ച്, ഞാൻ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, എന്നെ ഓരോ കാരണങ്ങളാക്കി, എന്നെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പറയുമ്പോൾ നീ എന്തൊക്കെ പറയണേന്ന് ചോദിക്കുന്നുണ്ട് ഭാമം. ഒന്നുമില്ല, ഞാൻ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ചന്ദ്ര. അപ്പോൾ ആ സമയത്ത് ഭാമയാണെങ്കിൽ വേഗം നമ്മുടെ ഇവളെ വിളിക്കുകയാണ്, ശ്രുതിയെ വിളിക്കുന്നുണ്ട്. ശ്രുതിയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്താ മോളെ അവിടെ ചന്ദ്ര എന്തൊക്കെയോ ബന്ധമില്ലാതെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടല്ലോ, എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു പൂവ് വാങ്ങിക്കാൻ ഒരു പെണ്ണ് വന്നിരുന്നു, രേവതി ഇല്ലാത്തതിൻ്റെ പേരിൽ ആ പൂവ് ചന്ദ്രയ്ക്ക് എടുത്തു കൊടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ശ്രുതിയുടെ അമ്മയും പൂ ചോദിച്ച് വാങ്ങിച്ചു. അപ്പം അതിൻ്റെയൊക്കെ ഒരു നാണക്കേടും കാര്യങ്ങളും അവർക്ക് നാണക്കേടായി, അതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചതെന്ന് ശ്രുതി മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് തന്നെ ചന്ദ്ര അവിടേക്ക് വരികയാണ്. ആരാ ഫോണിലെന്ന് ചോദിക്കുമ്പോൾ അത് ആൻറ്റിയാണ് എന്ന് പറയുന്നുണ്ട്. ഭാമ ആൻറ്റിയാണെന്ന് പറയുമ്പോൾ നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അവൾ എന്തിനാ വിളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഇവിടെ നടന്നത് എന്താണെന്നറിയാൻ വേണ്ടി വിളിച്ചത്, അപ്പം നീ സത്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നടന്നതൊക്കെ. എന്തിനാ നീ അതൊക്കെ പറഞ്ഞത്, ഇനി അവളും കൂടി അത് അറിഞ്ഞ എന്നെ കളിയാക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ചന്ദ്ര എങ്ങനെയെങ്കിലും ആ ഒരു കട അവിടുന്ന് എടുത്തു മാറ്റണം എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി പറയാണ്, ആൻറ്റി എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. അപ്പോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ആ കട അവിടുന്ന് എടുത്തു മാറ്റണം, അത്രയല്ലേ ഉള്ളൂ. നീ പറഞ്ഞത് ശരിയാണ്. നമുക്ക് രാത്രിയാകുമ്പോൾ പാതിരാത്രി ആകുമ്പോൾ എഴുന്നേറ്റിട്ട് ആ കടയിലുള്ള എല്ലാ സാധനങ്ങളും വലിച്ച് ദൂരಕ್ಕೆ എറിഞ്ഞിട്ട് ആ വണ്ടിയാണെങ്കിൽ അവിടെ നിന്ന് ഉരുട്ടിക്കൊണ്ട് പോകാം, എന്നിട്ട് തല്ലി പൊളിച്ച് കളയാം അല്ലേ, അങ്ങനെയല്ലേ എന്ന് ചന്ദ്ര ചോദിക്കും. അതല്ല ആൻറ്റി, പിന്നെന്താ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി. അല്ല എന്താന്ന് നമ്മുടെ ചന്ദ്ര ചോദിക്കാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതില്ലേ ആ വണ്ടി എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ പുറകിൽ കുറേ കാര്യങ്ങളുണ്ട്, അത് അവർ ചെയ്തിട്ടില്ലെന്നാണ്. അതായത് ഈ വണ്ടി ഇവിടെ എങ്ങനെ ഒരു കച്ചവടം നടത്തണമെങ്കിൽ കോർപ്പറേഷനിൽ പോയി അവരുടെ അനുമതിയൊക്കെ വാങ്ങിക്കണം, അവരുടെ സമ്മതപത്രം കാര്യങ്ങളൊക്കെ വേണം, അതൊന്നും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ തരത്തിൽ ഞാനൊന്ന് കളിച്ചു നോക്കാം, അങ്ങനെയാണെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് ഇവിടെ നിന്ന് പോയാൽ അവർ വേഗം വന്നിട്ട് ഈ കടയൊക്കെ കാലിയാക്കിക്കോളും. അപ്പം നമ്മൾക്ക് കുഴപ്പമില്ല, അവരാണെങ്കിൽ ആ അഡ്രസ്സും കാര്യങ്ങളും അവർ പുറത്ത് വിടുകയുമില്ല, നമ്മളാണ് വിളിച്ച് പറഞ്ഞതെന്ന് ആരും അറിയയില്ല. എങ്ങാനും നമ്മൾ നേരിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ സച്ചൊന്നും വെറുതെ ഇരിക്കില്ല, അവനിപ്പോൾ പിന്നെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയാണ്, ആഹാ നല്ല സൂപ്പർ ഐഡിയാണ് ശ്രുതി, എന്തായാലും നീ അതിന് വേണ്ട കാര്യങ്ങൾ നോക്കിക്കോ എന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ കാണുന്നത് കോർപ്പറേഷൻകാർ വന്നിട്ട് ആ വണ്ടി തള്ളിക്കൊണ്ട് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞ് അതിങ്ങനെ ഒരു വലിയൊരു ലോറിയിൽ കയറ്റാൻ ശ്രമിക്കുകയാണ്. ആ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് രേവതി വരുന്നുണ്ട് ഓട്ടോറിക്ഷയിൽ. അപ്പം ഈ കാഴ്ചകളെല്ലാം തന്നെ അവർ ടെറസിൻ്റെ മുകളിൽ നിന്ന് നോക്കി കാഴ്ച ആസ്വദിക്കുകയാണ് ചന്ദ്രയും ശ്രുതിയും. അങ്ങനെ രേവതി വരുമ്പോൾ രേവതി ചോദിക്കണം, എന്താ സാർ ഇത്, എന്താ നിങ്ങളൊക്കെ ആരാ, എൻ്റെ വണ്ടിയാണിത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അയാൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. കോർപ്പറേഷനിൽ ചെന്ന് നിങ്ങൾ അനുമതി വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് ഇവിടുന്ന് കംപ്ലൈൻറ്റ് പോയിട്ടുണ്ട്, ഞങ്ങൾക്കിത് മാറ്റിയേ തീരൂ എന്നിങ്ങനെ പറയുമ്പോൾ സാർ ഇതിവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ, അപ്പോൾ ഇവിടെ വേസ്റ്റൊക്കെ വരുന്നെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്, കൊതുവൊക്കെ പരക്കുന്നു, കൊതുവൊക്കെ ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇല്ല സാർ, നോക്ക് ഈ ചുറ്റിലും ഒരു പൂ പോലും ഞാൻ വേസ്റ്റാക്കി കളഞ്ഞിട്ടില്ല, ഇവിടെ ഒരു വേസ്റ്റും ഇല്ല സാർ, ഒന്ന് നോക്കി എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ രവി അവിടേക്ക് വരികയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛാ എൻ്റെ വണ്ടിയൊക്കെ ഇത് എടുത്തുകൊണ്ട് പോവാണെന്ന് പറയുമ്പോൾ അപ്പോൾ രവിയും ആ സാറിനോട് സംസാരിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രയും ശ്രുതിയും കൂടി മുകളിൽ നിന്ന് വേഗം താഴോട്ട് ആ ഗേറ്റിൻ്റെ അവിടേക്ക് ഓടി വരികയാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, അവള് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിന് അവരൊന്നും വേസ്റ്റൊന്നും ചെയ്യൊന്നുമില്ല, എന്തായാലും നിങ്ങൾ ഇപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്തും പറയുകയാണ്, ഇവിടെ നിന്നും കംപ്ലൈൻറ്റ് പോയിട്ടുണ്ട്, എനിക്കിത് കൊണ്ടേ പറ്റൂ, കാരണം ഞങ്ങൾ ഇതിന് നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങളെക്കാളും മുകളിലുള്ളവരെ അവരെ അറിയിക്കും, അത് ഞങ്ങൾക്ക് പിന്നെ പ്രശ്നമാകും, അതുകൊണ്ട് നിങ്ങൾ സഹകരിച്ചേ തീരുള്ളൂ എന്നും പറഞ്ഞിട്ട്
അവരുടെ വാക്കുകളൊന്നും വില കൊടുക്കാതെ ആ കോർപ്പറേഷൻകാർ അവളുടെ, അതായത് നമ്മുടെ രേവതിയുടെ വണ്ടി അവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. രേവതിയാണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട് ആ കാഴ്ച കണ്ടിട്ട്. എന്തായാലും ശ്രുതിക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് അതൊരു സന്തോഷ കാഴ്ചയായി തന്നെയാണ്. അങ്ങനെ രവിക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ഇവളിങ്ങനെ കരഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണോ എന്നിങ്ങനെ രവി ചോദിക്കുകയാണ്. പിന്നെ ഞങ്ങൾ എന്താ വേണ്ടത്, ഞങ്ങൾ ഇതുപോലെ നടുറോട്ടിലിറങ്ങി ഞങ്ങളും കരയണോ എന്നിങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ രേവതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് സച്ചി അവിടേക്ക് വരികയാണ്. കാറിൽ വന്നിറങ്ങുമ്പോൾ മുറ്റത്ത് തന്നെ ആ ഫ്രണ്ടിൽ തന്നെ ആയൊരു കട കാണാതെയാകുമ്പോൾ ഇതെന്താ ഇവിടെ രേവതി ഇവിടെ ഉണ്ടായി കട എന്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ രേവതി കാര്യങ്ങളൊക്കെ സച്ചിക്കും പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും സച്ചി നല്ല ദേഷ്യത്തിൽ തന്നെ അകത്തേക്ക് വരികയാണ്. ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത റിവ്യൂല് പറയാട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ, താങ്ക്